Welcome you all to Kerala School Tuition YouTube channel. We were discussing class 5th standard in the Social Science book 2 chapter 7 അതിൻ്റെ third part ആണ്. So third part of this class. So last പാർട്ടിൽ നമ്മൾ ഇവിടം വരെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഗാൻജറ്റിക് പ്ലെയിനിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് തമിഴകത്തിൽ എന്തെല്ലാം നടന്നു. ഏൻഷ്യൻ്റ് തമിഴകം, അതായത് കേരളം ഉൾപ്പെടുന്ന റീജിയനാണ് ഈ തമിഴകം, സൗത്ത് ഇന്ത്യ. സോ സൗത്ത് ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു ആ ഏൻഷ്യൻ്റ് ടൈമിൽ, അയൺ ഏജ് പീരീഡിൽ എന്തൊക്കെ നടന്നെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നാട്ടുകല്ല്, ഇതെന്ന് പറയുന്നത് കുടക്കല്ല്. നിങ്ങളിതൊക്കെ കണ്ടു കാണും, പലപ്പോഴും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ഈ നാട്ടുകല്ലും കുടക്കല്ലൊക്കെ കണ്ടു കാണും. ഓക്കെ, സോ ദീസ് ആർ മെഗാലിത്ത്. ലിത്ത് എന്ന് വെച്ചാൽ പാറ, മെഗാ എന്ന് വെച്ചാൽ വലുത്. സോ മെഗാലിത്താണ് ഇതൊക്കെ. ഓർ ബിഗ് സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് പ്ലേസ്ഡ് ഓവർ ഗ്രേവ്സ് ഇൻ ഏൻഷ്യൻ്റ് തമിഴകം. സോ ഏൻഷ്യൻ്റ് തമിഴകത്തിൽ പലരുടെയും ശ്മശാനത്തിന്, അതായത് ആൾക്കാരെയൊക്കെ അടക്കിയിട്ട് അതിൻ്റെ മേളിൽ വെക്കുന്ന, ഗ്രേവ്സിൻ്റെ മേളിൽ വെക്കുന്ന കല്ലുകളാണ് ഇതൊക്കെ, ഈ നാട്ടുകല്ല്, കുടക്കല്ലൊക്കെ. റെമിനൻസ് ഓഫ് അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്, earthenware, grains and other objects used during that period have been found in such graves. സോ ഇങ്ങനെയുള്ള ഈ കുഴിമാടങ്ങളുണ്ടല്ലോ, അതായത് ആൾക്കാരെ അടക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കല്ല് വെക്കുന്നത്. സോ ഇതിൻ്റെ ഈ കുഴിമാടങ്ങളൊക്കെ അവർ സെർച്ച് ചെയ്തപ്പോൾ നമ്മളുടെ ഈ ഇങ്ങനെ ഈ ഡിസ്കവറിങ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, ഓർ നമ്മളുടെ ASIയുടെ ആൾക്കാർ, ഓക്കെ, സോ ഇവർക്ക് ഒരുപാട് ഇതിൽ നിന്ന് ഒരുപാട് അവശേഷിപ്പുകൾ, റെമിനൻസ് എന്നാൽ അവശേഷിപ്പുകൾ, ബാക്കി വന്ന കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഈ ആർക്കിയോളജിയുടെ ആൾക്കാർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ആർക്കിയോളജിയുടെ ആൾക്കാർക്ക് അയൺ ടൂൾസ് കിട്ടിയിട്ടുണ്ട്, അയൺ ഇംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അതായത് പല സാധനങ്ങൾ മെറ്റൽ അയൺ വെച്ചുണ്ടാക്കിയിട്ടുള്ള, എർത്തൻ വെയർ, അതായത് നമ്മളിൽ പൊട്ടിയ ചട്ടിയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, അതൊക്കെ, ഗ്രെയിൻസ്, ചിലപ്പോൾ നെല്ലോ ഗോതമ്പോ ഇതിൻ്റെയൊക്കെ ചില പീസോ പാർട്ടൊക്കെ ഇനിയും ഡീകമ്പോസ് ആവാതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പല ഒബ്ജക്ട്സുകളും അവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദീസ് മെഗാലിത്ത്, മെഗാ മീൻസ് വലിയ ശില, അതായത് ബിഗ് ശില. സോ മെഗാലിത്ത് ആർ എവിഡൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ഏൻഷ്യൻ്റ് തമിഴകം. ഹെൻസ് ദ പീരീഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്. സോ ദ അയൺ ഏജ് പീരീഡിൽ ഏൻഷ്യൻ്റ് തമിഴകത്തിലെ ആ ഒരു പീരീഡിനെ നമ്മൾ അറിയപ്പെടുന്നത് മെഗാലിത്ത് എന്നാണ്. അതായത് വലിയ പാറകൾ അവരുടെയൊക്കെ ശ്മശാനത്തിന് മുകളിൽ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വലിയ പാറകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനെ മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ദീസ് ആർ ദ ടൂൾസ് ആൻഡ് ദ വെപ്പൺസ് യൂസ്ഡ് ഡ്യൂറിങ് ദ മെഗാലിത്തിക്. ഓൾ ഓഫ് ദം വെയർ മെയ്ഡ് ഓഫ് അയൺസ്. സോ ഈ മെഗാലിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് എല്ലാം, വെപ്പൺസ് എല്ലാം അയൺ ആയിരുന്നു. സോ അയൺ ഏജ് പീരീഡ് തന്നെയാണ്, അതായത് അയൺ യൂസ് ചെയ്തിരുന്ന പീരീഡ് തന്നെയാണ് മെഗാലിത്തിക് പീരീഡ്. സോ നിങ്ങൾ കാണുന്നുണ്ടോ? സോ ഇതെല്ലാം അത് വരുന്നതാണ്, അയൺ ഇംപ്ലിമെൻറ്റ്സ് ഇൻ മെഗാലിത്തിക് പീരീഡ്. വൈ ഈസ് ദ അയൺ ഏജ് ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്? ഹൗ ഡസ് ദ മെഗാലിത്തിക് ഏജ് ഡിഫർ ഫ്രം ദ സ്റ്റോൺ ഏജ്? ഓക്കെ, സോ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് വൈ ഈസ് ദ അയൺ ഏജ് ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം നോൺ ആസ് മെഗാലിത്തിക് ഏജ്? ദി അയൺ ഏജ് ഓഫ് ഏൻഷ്യൻ്റ് തമിഴകം ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ് because during that time, ആ സമയത്ത് during that time wide usage of big stones practiced. Okay, so wide scale usage of big stone practiced during that time. അതുകൊണ്ടാണ് ആ പീരീഡിനെ മെഗാലിത്തിക് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. സോ വെയർ ഇറ്റ് ഈസ് യൂസ്ഡ്, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വേണമെങ്കിൽ എഴുതാം. ബിഗ് റോക്സ് പ്ലേസ്ഡ് ഓവർ tomb of personalities. സോ ഈ പല പേഴ്സണലിൻ്റെ ടോംബിന് മുകളിൽ, ശ്മശാനത്തിന് മുകളിൽ വളരെ വലിയ റോക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ആക്ച്വലി ദിസ് ഈസ് യോൺ ആസ് ദാറ്റ് പീരീഡ് ഇൻ തമിഴകം ഈസ് നോൺ ആസ് മെഗാലിത്തിക് സ്റ്റോൺ. ഹൗ ഡസ് ദിസ് മെഗാലിത്തിക് ഏജ് ഡിഫർ ഫ്രം ദ സ്റ്റോൺ ഏജ്? അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? How does it differ?
during Stone Age, proof of only stone implements discovered. സ്റ്റോൺ ഏജിൽ സ്റ്റോൺ ഇംപ്ലിമെൻറ്റ്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മെഗാലിത്തിക് പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? വി ഡിസ്കവേർഡ് മെനി അയൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റോൺ ഏജിൽ സ്റ്റോൺ വെച്ചുള്ള വെപ്പൺസും ഇംപ്ലിമെൻറ്റ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത് അയൺ ഏജ് ആണ്. അയൺ ടൂൾസും വെപ്പൺസുമാണ് നമുക്ക് കിട്ടിയത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ദ മേജർ സോഴ്സ് on the life of people in ancient Tamilagam are the megalith, and the major source of the life of the people in ancient Tamilagam are the megalith. So megalith ആയിരുന്നു ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആ സമയത്തുള്ള പീപ്പിളിൻ്റെ ലൈഫിനെ പറ്റിയുള്ള നമ്മുടെ ഇൻഫോർമേഷൻ. ആൻഡ് അതുകൂടാതെ എന്തുള്ളത്? പഴന്തമിഴ് പാട്ടുകൾ. പഴന്തമിഴ് പാട്ടിനുള്ളിൽ കേട്ടിട്ടില്ലേ നമ്മുടെ നാഗവല്ലി സിനിമയ്ക്കകത്ത് ഇതൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സോ ഈ പഴന്തമിഴ് പാട്ടുകളും അതായത് ഏൻഷ്യൻ്റ് തമിഴകം സോങ്സും ഈ മെഗാലിത്തുമായിരുന്നു മെയിൻ സോഴ്സ് അന്നത്തെ കാലത്തെ ആൾക്കാരുടെ സൗത്ത് ഇന്ത്യയിലെ ജീവിത രീതികളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിരുന്നത്. ഓക്കെ, ഈ പഴന്തമിഴ് പാട്ടുകൾ ദേറ്റർ ആൾസോ നോൺ ആസ് സംഗം ലിറ്ററേച്ചർ. സോ എന്താണ് ഈ സംഗം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? ഏൻഷ്യൻ്റ് തമിഴകം ടൈമിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ വർക്കുകൾ, പാട്ടുകളാണ് ഈ സംഗം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ദ ടു സോഴ്സസ് during this ancient Tamilagam is, one is the megalith, the big stones, second one is Pazhantamil പാട്ടുകൾ or Sangam literature. So ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, വാട്ട് ഈസ് സംഗം ലിറ്ററേച്ചർ? സംഗം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദ ലിറ്ററേച്ചർ വർക്ക് ഡ്യൂറിങ് ദ സംഗം ടൈം. ഏതാണ് ഈ സംഗം ടൈം? തമിഴകം ടൈമിനാണ് സംഗം ടൈം എന്ന് പറയുന്നത്. ഡു യു നോ വൈ ദീസ് സോങ്സ് ആർ നോൺ ആസ് സംഗം ലിറ്ററേച്ചർ? എന്തുകൊണ്ടാണ് ഈ പഴന്തമിഴ് പാട്ടുകളെ സംഗം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? കാര്യം അവർ സംഘം ടീമായിട്ട് ഓർഗനൈസ് ചെയ്തിരുന്ന് എഴുതിയതാണിത്. നോക്കാം നമുക്ക്. ദ പാണ്ഡ്യാസ്, ആ സമയത്തുണ്ടായിരുന്ന റൂളേഴ്സാണ് പാണ്ഡ്യാസ് എന്ന് പറയുന്നത്. പാണ്ഡ്യാസ്, ചേരാസ്, ഇതൊക്കെ കേട്ടില്ലേ നിങ്ങൾ? സോ പാണ്ഡ്യാസ് ഹു റൂൾഡ് ദ ഏൻഷ്യൻ്റ് തമിഴകം വിത്ത് മധുരൈ ആസ് ദെയർ ക്യാപിറ്റൽ. മധുരൈ ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. പാട്രണൈസ്ഡ് ആൻഡ് അസംബ്ലി. പാട്രണൈസ്ഡ് മീൻസ് അവർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഒരു അസംബ്ലിക്ക് വേണ്ടി. എന്ത് സൗകര്യം എന്ന് വെച്ചാൽ സ്ഥലം കൊടുക്കും, പൈസ കൊടുക്കും, ഫുഡ് കൊടുക്കും. സോ ദേ പാട്രണൈസ്ഡ് ആൻ അസംബ്ലി ഓഫ് പോയറ്റ്സ് നോൺ ആസ് സംഘം. സോ ഈ പാണ്ഡ്യൻ രാജവംശം അവിടെ റൂൾ ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് പോയറ്റ്സൊക്കെ ചേർന്നുള്ള സംഘങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു അവർ. സോ അവർക്കുള്ള അതിനുള്ള എല്ലാ സഹായങ്ങളും, സാലറിയും അതിനുള്ള ഡ്രസ്സുകളും അതിനുള്ള സ്ഥലങ്ങളും പ്രൊട്ടക്ഷനും ട്രാവലും ഫുഡും ഒക്കെ, സോ വളരെ ഗോൾഡും ഇതും എല്ലാം കൊടുത്തിരുന്നു ആക്ച്വലി ഈ സംഘങ്ങൾക്ക്. ഈ സംഘങ്ങളിൽ ആരാ വരുന്നത്? മെയിനായിട്ട് ആ സമയത്ത് പോയറ്റ്സ് ആണ് ഈ സംഘത്തിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. So an assembly of poets or known as Sangham, they were patronized by the Pandyan rulers in ancient Tamilagam. The important works included in the Sangham literature are Pattupattu, Padittupattu, Aganuru, Purananuru. So Purananuru, Aganuru, Padittupattu, പത്തുപാട്ടു. ശരിയല്ലേ? സോ ഇങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ആരുടെ? സംഘം ലിറ്ററേച്ചർ വർക്ക്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പത്തുപാട്ടും പടിറ്റുപാട്ടും അകനുരും പുരാണരും. ദ ഏൻഷ്യൻ്റ് തമിഴകം വാസ് റൂൾഡ് ബൈ ദ ഡൈനാസ്റ്റീസ് കോൾഡ് ചേര, ചോള, പാണ്ഡ്യൻ. സോ ഏൻഷ്യൻ്റ് തമിഴകത്തിൽ സമയത്ത് ഉണ്ടായിരുന്ന മൂന്ന് റൂളേഴ്സാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഏരിയ. ചേരാസ് ഉണ്ടായിരുന്നു കേരള റീജിയണിൽ, പാണ്ഡ്യാസ് ഉണ്ടായിരുന്നു, ചോളാസ് ഉണ്ടായിരുന്നു. സോ പാണ്ഡ്യന്മാരുടെ മധുരയാണ് ക്യാപിറ്റൽ നമ്മൾ ആൾറെഡി കണ്ടു. സോ ഈ സൗത്ത് ഇന്ത്യൻ റീജിയൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചേര, ചോള, പാണ്ഡ്യൻ രാജവംശങ്ങളുണ്ടായിരുന്നു.
In the map given below, the region where the Chera, Chola, Pandya ruled are marked. Can you identify the dynasty which ruled the region that included the present Kerala? Chera dynasty ആണ് present Kerala rule ചെയ്തിരുന്നത് ആ സമയത്ത്. ഓക്കെയാ, മനസ്സിലായോ? ത്രൂ ദ പഴന്തമിഴ് പാട്ടു, സംഘം ലിറ്ററേച്ചറിലെ കുറച്ച് ഇൻഫോർമേഷൻ ഇവിടെ പറയാൻ പോകുന്നു. നോക്കാം. The Sangam literature, the ancient Tamil literature, tell us the ancient Tamilagam was classified into 5 geographical regions. So ancient Tamilagathine 5 geographical regions are classified ചെയ്തിട്ടുണ്ട്. They were known as the Thinais. So Thinais എന്ന് പറയുന്നത് 5 regions ആണ് തമിഴകത്തിൻ്റെ ടൈമുള്ള. So each Thinai had its own geographical feature. So ഓരോ തിനായും ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചർ കാണും. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. സോ ഓരോ തിനായി ആണ് ഈ കൊടുത്തിരിക്കുന്നത്. തിനായി എന്ന് വെച്ചാൽ ഓരോ റീജിയൻ ആണ്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്താൽ. സോ കുറിഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കുറിഞ്ഞി പൂക്കളൊക്കെ പറയത്തില്ലേ, കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി റീജിയൻ ആണ് കുറിഞ്ചി റീജിയൻ. മുല്ലൈ എന്ന് പറയുന്നത് ജംഗിൾസും ഗ്രാസ് ലാൻഡുമാണ്. പാലൈ എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡാണ്, പാലൈ മരുഭൂമി. മരുതം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡാണ്. നെയ്താൽ എന്ന് പറയുന്നത് കോസ്റ്റൽ സോണാണ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട്, ഡിഫറെൻറ്റ് തിനൈ ആയിട്ട് ഏൻഷ്യൻ്റ് തമിഴകത്തിൽ റീജിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫോർമേഷൻ എല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതെല്ലാം നമുക്ക് പഴന്തമിഴ് പാട്ടിൽ നിന്ന്, സംഘം ലിറ്ററേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് പ്ലേസസ് ലൈക്ക് മുല്ലശ്ശേരി, മരുത്തൂർ, പാലക്കാട്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സോ പാലക്കാട്, മുല്ല മുല്ലശ്ശേരി, മരുതം മരുത്തൂർ. കേട്ടിട്ടുണ്ടോ? ദീസ് നെയിംസ് ഹാവ് ബീൻ ഫോംഡ് വിത്ത് റിലേഷൻ ടു സ്പെസിഫിക് തീനൈ. സോ പാലക്കാട് എന്ന് പറയുന്നത് പാല എന്ന് പറയുന്ന തീനയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. നൗ ഗോ ത്രൂ ദ ലിസ്റ്റ് ഓഫ് തീനൈസ് ആൻഡ് ട്രൈ ടു റിലേറ്റ് ദീസ് നെയിംസ് ടു റെസ്പെക്റ്റീവ് തീനൈ. സോ നൗ ഗോ ത്രൂ ദ ലിസ്റ്റ് ഓഫ് തീനൈസ്. തീനൈസ് നോക്കിയിട്ട് ട്രൈ ടു റിലേറ്റ് ദീസ് നെയിംസ് ടു ദ റെസ്പെക്റ്റീവ് തീനൈ. ഈ തീനൈസുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലേസസ് റിലേറ്റഡ് ടു തീനൈസ് ആൻഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഫോർ ദം. സോ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ആ എക്സാമ്പിൾസ് കണ്ടുപിടിച്ച് ഈ തീനയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പെപ്പർ വാസ് അബണ്ടലി കൾട്ടിവേറ്റഡ് ഇൻ ദ കുറിഞ്ചി റീജിയൻ. കുറിഞ്ചി റീജിയൻ എന്ന് വെച്ചാൽ ഹിൽ സോൺസിൽ പെപ്പർ, കുരുമുളക് ഒരുപാട് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിരുന്നു ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. The foreign traders came to the coastal towns of the South India in search of pepper. So ഒരുപാട് വിദേശികൾ സൗത്ത് ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയനിലൊക്കെ പെപ്പർ തേടി വന്നിട്ടുണ്ട്. The feature of this age are depicted in the literary work of the period. Read the following verses of the Purananuru, one of the Sangam work. So പുരാണനുരുവിനകത്ത് എഴുതിയിരിക്കുന്ന കുറച്ച് വരികൾ എഴുതിയിരിക്കുന്നത്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. അപ്രകാരം കൂട്ടിയിരിക്കുന്ന മുളകുചാക്കുകൾ ശബ്ദായമാനമായ കരയിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കും കാണുന്ന ആളുകൾ കപ്പലുകൾ കൊണ്ടുവന്ന സ്വർണം തോണികൾ വഴി കരയിലെത്തുന്നു. മലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും കരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും ചേർത്ത് അതിഥികൾക്ക് കൊടുക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക് എന്തുവാണിത്? ആ സമയത്തെ പുരാണനുരുവിനകത്തുണ്ടായ ഒരു വരികളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം മീൻ വിറ്റ് നെൽക്കൂമ്പാരം കിട്ടുന്നു, അതായത് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നെന്നും വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. അതായത് തോണികളും വീടും ഒരുപാട് വീടുകളൊക്കെ വന്നു ആ സമയത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് മുളക് ചാക്കുകൾ കൂടിയിട്ടിരിക്കുന്നു, അത് മേടിക്കാൻ കപ്പലിൽ സ്വർണ്ണം ആൾക്കാർ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് ഇൻഫോർമേഷൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നു. വാട്ട് ഇൻഫോർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദീസ് സോങ്സ്? ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദ തീനൈസ്. സോ ഈ ഡിഫറെൻറ്റ് റീജിയനിൽ ഗുഡ്സ് എക്സ്ചേഞ്ച്, മീൻ കൊടുത്തു നെൽക്കൂമ്പാരം വാങ്ങുന്നു, പെപ്പർ കൊടുത്തു സ്വർണം വാങ്ങുന്നു. ട്രേഡ് ഓഫ് പെപ്പർ ഫ്ലറിഷ്ഡ്. നമ്മുടെ കുരുമുളകിൻ്റെ പെപ്പറിൻ്റെ ട്രേഡ് ഒരുപാട് ഫ്ലറിഷ് ചെയ്തു. ലംസ് ഓഫ് ഗോൾഡ് വെയർ റിസീവ്ഡ് ഇൻ റിട്ടേൺ. ഒരുപാട് ഗോൾഡ് കിട്ടിയിരുന്നു. ദെയർ വെയർ ഓവർസീസ് ട്രേഡ് റിലേഷൻ. സോ മറ്റുള്ള ദേശങ്ങളുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. അതാണ് ഈ അതിഥികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, കപ്പലിൽ വരുന്ന അതിഥികൾ. ട്രേഡേഴ്സ് കെയിം ഇൻ സെർച്ച് ഓഫ് അതർ ഗുഡ്സ് ബിസൈഡ്സ് പെപ്പർ. മറ്റുള്ള വിഭവങ്ങളും തേടി ട്രേഡേഴ്സ് വന്നിരുന്നു. സോ ഈ ഇൻഫോർമേഷൻ എല്ലാം നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ്. Find out and add more information. Discuss the major changes that human life underwent as it evolved through Bronze Age to the Iron Age. So Bronze Age നിന്ന് Iron Ageലോട്ട് മാറിയപ്പോൾ എന്തൊക്കെയാണ് നടന്നത്? കാറ്റിൽ റിയറിങ് മാറി, അഗ്രികൾച്ചറിൽ തുടങ്ങി,
പിന്നെ വെപ്പൺസിൻ്റെ രീതി മാറി, ശരിയല്ലേ? സോ പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ രീതികളിലോട്ട് അവർ മാറി, ട്രേഡിങ് ആക്ടിവിറ്റി മാറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. സോ നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ സമ്മറിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണെങ്കിലും യു ഹാവ് ടു വർക്ക് ഹാർഡ്, ബിക്കോസ് ഒരുപാട് പോർഷൻ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും. ഏതെങ്കിലും നിങ്ങൾക്ക് ലോജിക്കലായിട്ട് മനസ്സിലാവുന്നെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഐ വിൽ ടെൽ യു. ഓക്കെ, താങ്ക് യു ഗൈസ്. കീപ്പ് അപ്പ് യുവർ സ്റ്റഡി.